മാളു, എന്തു പറ്റി മോളെ? എന്തിനാ നീ കരയുന്നേ? മാഡം എവിടെ? പോയോ? പോയി. എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആന്റി? കരയണ്ട, കരയണ്ട മോളെ. ഇതിപ്പോ കറങ്ങുന്നവനെ പിടിച്ചാ പിടിക്കുന്നവനും കറങ്ങുമെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ അശ്വതി കാര്യങ്ങള്. പണിക്കരും മോളും തമ്മിലുള്ള പ്രശ്നത്തില് പോലീസ് എന്തിനാ നമ്മുടെ കൊച്ചിനെ അന്വേഷിച്ച് ചെല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ചിലപ്പോ നമ്മൾ ഈ പേടിക്കുന്ന പോലൊന്നും കാണില്ലായിരിക്കും അമ്മേ. വിപിയേട്ടനോടും ഗീതേച്ചോടും പിണങ്ങി അപ്പു കുറച്ചു നാല് ഡേസി ടീച്ചറെ വീട്ടിൽ താമസിച്ചില്ലായിരുന്നോ? ചിലപ്പോ അതേപ്പറ്റിക്ക് ചോദിച്ചറിയാനായിരിക്കും പോലീസ് അവിടെ ചെന്നത്. അതേപ്പറ്റി അറിയാനാണെങ്കിൽ ടീച്ചറിനോടും ജോബിനോടും അല്ലായിരുന്നോ ചോദിക്കേണ്ടിയിരുന്നത്? ഇതിപ്പോ മാളുവിനെ ചോദ്യം ചെയ്യാനായിട്ടാ പോലീസ് അവിടെ ചെന്നതെന്നല്ലേ മോള് പറഞ്ഞത്. ദേ അശ്വതി, വെറുതെ അതിനായിരിക്കും ഇതിനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ ലാഘവത്തോടെ കാണരുത്. മാളു അവിടെ പേടിച്ചും വരണ്ടുവാ നിൽക്കുന്നതെന്ന് അവളുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും. പോരാത്തതിന് വേണ്ടി വന്ന് അവളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമെന്നും പറഞ്ഞാ പോലീസുകാർ പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്താ ഏതാന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതെന്തായാലും നമ്മൾ അന്വേഷിക്കാതിരിക്കില്ലല്ലോ അമ്മേ. ഞാൻ ആലോചിക്കുന്നത് വിപിയേട്ടനും അപ്പുവിനും പരാതിയില്ലാത്ത സ്ഥിതിക്ക് ആരോ കൊടുത്ത പരാതിയുടെ പിന്നില് പോലീസും കോടതിയൊക്കെ ഇതിൽ ഇടപെടുന്നത് എന്തിനാണെന്നാ. എന്റെ അശ്വതി, നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പോ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ സാറന്മാർ എന്തോരം തല്ലുകയും പിച്ചുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളെ തല്ലി പഠിപ്പിക്കണേ എന്ന് വീട്ടുകാർ സാറന്മാരോട് അങ്ങോട്ട് പറയുന്ന കാലമായിരുന്നു അത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റയിന് മധുസൂദനക്കുറുപ്പ് സാർ എന്റെ കൈമടമ്പേൽ അടിച്ച അടി ഓർത്താ ഇപ്പോഴും കണ്ണീന്ന് പൊന്നീച്ച പറക്കും. നമ്മൾ പെങ്കൊച്ചുങ്ങളുടെ കാര്യം പോട്ടെന്ന് വെക്കാം. ആങ്കൊച്ചുങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? മുട്ടിന് താഴെ മത്തി പറക്കാൻ വരയുന്നത് പോലായിരുന്നു ചൂരലിന്റെ പാട് കിടക്കുന്നത്. എന്ന് വെച്ച് ഇന്ന് അതുപോലെ സാറന്മാർക്ക് പിള്ളേരെ തല്ലാനോ പിച്ചാനോ വല്ല അധികാരമുണ്ടോ? കൊച്ചുങ്ങളുടെ ദേഹത്തൊരു പാടോ പൊടിയോ കണ്ടാൽ പിന്നെ രക്ഷിതാക്കൾ തന്നെ പള്ളിക്കുടം പൂട്ടാൻ ഇറങ്ങിക്കോളും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും. അതുപോലെയാണോ ഈ കാര്യം? അപ്പു വാശി തീർക്കാൻ വേണ്ടി ചെയ്തതാണെന്നല്ലേ പറയുന്നത്? അത് ശരിയായിരിക്കും. അല്ലാതെ വിപിക്കെതിരെ കേസ് കൊടുക്കണമെന്നൊന്നും അവള് കരുതി കാണില്ല. പറയുമ്പോ അതൊക്കെ പറയാവുന്നേ ഉള്ളൂ അശ്വതി. ഇഷ്ടമുള്ളവന്റെ കൂടെ ഒളിച്ചോടാൻ സമ്മതിക്കാത്തതിന് സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും എതിരെ പെൺമക്കൾ കേസ് കൊടുക്കുന്ന കാലമായത്. ഇനി അവരായിട്ട് കൊടുത്തില്ലേലും കണ്ടോണ്ട് നിൽക്കുന്നവൻ പോയി ഒരു കടലാസ് എഴുതി കൊടുത്താൽ പോലും കേസെടുക്കാനുള്ള വകുപ്പ് നിയമമൊക്കെ ഉണ്ടിപ്പോ. ഒന്ന് ആലോചിച്ച് നോക്കിയാ പണിക്കർ അയാളുടെ മോളോട് ചെയ്തതിന് ഒരു പരിധിക്കപ്പുറം നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റൂ? 10-20 വർഷം പെണ്ണായിട്ട് വളർന്ന ഒരു കൊച്ച് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ ഞാൻ ഇന്നു മുതൽ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ പെറ്റ തള്ളയ്ക്കും തന്തയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അവരത് പറഞ്ഞു തിരുത്താനല്ലേ നോക്കൂ. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ചിലപ്പോ തല്ലിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ വരും. അതുകൊണ്ടും പ്രയോജനമില്ലെന്ന് കണ്ട ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാനും പറഞ്ഞെന്ന് വരും. ഇതൊക്കെ തന്നെയാണ് പണിക്കരുടെ കാര്യത്തിൽ സംഭവിച്ചത്. അതിനിപ്പോ നാട്ടുകാർക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചാ ചോദിക്കുന്നവരും മണ്ടരാവും. അതാ കാലം. വിപിയേട്ടനെതിരെ പരാതി കൊടുത്തത് ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പു അവരെ നേരിക്കണ്ട് സംസാരിച്ചാ ഒരുപക്ഷെ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റിയെങ്കിലോ? അതൊക്കെ അവരുടെ കാര്യം. അവര് പോയി സംസാരിക്കോ പരിഹരിക്കോ എന്തു വേണേലും ചെയ്തോട്ടെ. അതിലൊന്നും നമ്മൾ ഇടപെടാൻ പോകണ്ട. ഇതിന്റെ പേരിൽ നമ്മുടെ കൊച്ചിന് ഒരു കുഴപ്പവും ഉണ്ടാകാതെ നോക്കണം, അത്രേ ഉള്ളൂ. കല്യാണവും കഴിഞ്ഞ് കുടുംബമായിട്ടൊരു പെണ്ണ് താമസിക്കുന്നിടത്ത് എന്തിന്റെ പേരിലായാലും പോലീസുകാർ കയറി ഇറങ്ങി നടക്കുന്നത് നാട്ടുകാരറിഞ്ഞ നാണക്കേടാണെന്നേ. ഞാനേതായാലും മുരളിയേട്ടനെ വിളിച്ച് കാര്യമൊന്ന് പറയട്ടെ. അത് തന്നെ. നീ വേഗം മുരളിയെ വിവരം അറിയിക്കും. എന്നിട്ട് പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ അവിടെ ചെന്ന് എന്തുവാ ഏതാന്ന് വിശദമായിട്ടൊന്ന് അറിഞ്ഞു വരാൻ പറ. പറ്റുമെങ്കിൽ മാളുവിനെ കൂടെ കൂട്ടത്തിൽ വിളിച്ചോണ്ട് വരാൻ പറ. കുറച്ചു ദിവസം മോൾ ഇവിടെ നിൽക്കട്ടെ. അത് അവക്കും ഒരു സമാധാനാവും. ആലോചിച്ച് നേരം കളയാതെ നീ അവനെ വിളിച്ച് കാര്യം പറയാ ശ്രുതി. രാജേഷ്, ഇന്ന് തന്നെ നമുക്ക് എത്ര ലോഡ് മണൽ വേണ്ടി വരുമെന്ന് ജോസിനോട് കൃത്യമായി പറഞ്ഞേക്കണം. അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനും പറയണം. അടുത്ത ആഴ്ച മുതൽ ലോറി സ്ട്രൈക്ക് ആണെന്ന് പറയുന്നു. ഇന്ന് തന്നെ വിളിച്ച് പറയാം സാർ. ശരി. ഹലോ, എന്താ അശ്വതി? ഹലോ.
മുരളിയേട്ടനെ മാളുവോ ജോബിനോ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. എന്താ കാര്യം? ഒരു പ്രശ്നമുണ്ട് മുരളിയേട്ടാ. കുറച്ചു മുമ്പ് മാളു എന്നെ വിളിച്ചിരുന്നു. ആകെ പേടിച്ചിട്ടാ അവള് വിളിച്ചത്. പേടിച്ചിട്ടോ? എന്താ പറ്റിയത് അവൾക്ക്? ജോബിനുമായിട്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതൊന്നുമല്ല. ഇന്ന് അവളെ അന്വേഷിച്ച് അവിടെ ഒരു പോലീസ് ഓഫീസർ ചെന്നിരുന്നു. പോലീസോ? അവളെ അന്വേഷിച്ചോ? എന്തിനാ? എന്താ പ്രശ്നം? പ്രശ്നം അപ്പുവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാ. ആ ന്യൂസ് വീഡിയോ കണ്ടിട്ട് VPക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ ആരോ പരാതി കൊടുത്തൂത്രേ. അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് മാളുവിനെ അന്വേഷിച്ചെത്തിയത്. അതിന്റെ അന്വേഷണം മാളുമായിട്ട് എന്താ ബന്ധം? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഞാനും അമ്മയും ആ കാര്യമോ പറഞ്ഞുകൊണ്ടിരുന്നത്. അവര് മാളുവിനോട് എന്താ ചോദിച്ചത്? അതേപ്പറ്റി അവള് വല്ലതും പറഞ്ഞോ? VPയും അപ്പുവുമായുള്ള പിണക്കത്തെ പറ്റിയൊക്കെയാ കൂടുതലും ചോദിച്ചെന്ന് പറഞ്ഞു. പിന്നെ അപ്പുവുമായുള്ള മാളുവിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും. ഒരു വനിതാ CA ചെന്നൈന്ന് പറഞ്ഞു. അവര് മോളോട് ഹരാസ് ചെയ്യുന്ന രീതിയിലൊന്നും പെരുമാറിയില്ലല്ലോ അല്ലേ? അങ്ങനെ ഹരാസ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും അവൾ ആകെ പേടിച്ചിരിക്കാൻ തോന്നുക. ആവശ്യമുണ്ടെങ്കിൽ മാളുവിനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവര് പോയത്. ആ ഓഫീസർ ആളൊരു പ്രത്യേക ടൈപ്പാന്നാ മാളു പറഞ്ഞത്. അവളോട് നമ്മുടെ കാര്യവും VPയേട്ടന്റെ ഫാമിലിയുമായുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ ചോദിച്ചുത്രേ. മുരളിയേട്ടന്റെ കോണ്ടാക്ട് നമ്പറും വാങ്ങിച്ചിട്ടാ പോയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അവരിവിടെയും വരുമായിരിക്കും അല്ലേ? വരുന്നെങ്കിൽ വരട്ടെ. അതിനിപ്പോ നമുക്കെന്താ പേടിക്കാനുള്ളത്? അവര് ചോദിക്കുന്നതിന് നമുക്കറിയാവുന്ന രീതി ഉത്തരം പറയാ, അത്രേ ഉള്ളൂ. അമ്മ പറയുന്നത് മാളുവിനെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്താംന്നാ. അവക്കൊരു സമാധാനം ആവുമല്ലോന്ന് ആലോചിച്ചപ്പോ അത് നല്ലതാന്ന് എനിക്കും തോന്നുന്നു. അതിന്റെ ഒന്നും കാര്യമില്ല ശ്രുതി. അങ്ങനെ പേടിക്കാനോ ഒളിക്കാനോ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ അനാവശ്യമായ മുൻകരുതലെടുത്ത് വെറുതെ പോലീസുകാർക്ക് സംശയം തോന്നാനുള്ള ഒരവസരം കൊടുക്കുന്ന എന്തിനാ? നീ മോളെ വിളിച്ച് ധൈര്യമായിട്ടിരിക്കാൻ പറ. നോക്കട്ടെ, പറ്റിയാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അതാ നല്ലത്. അവക്ക് അത്രയെങ്കിലും ഒരു സമാധാനം ആവട്ടെ. പിന്നെ അമ്മയോട് പ്രത്യേകം പറയണം. അഥവാ ഞാനില്ലാത്ത സമയത്താണ് അവര് വരുന്നതെങ്കിൽ പോലീസിനോട് അങ്ങോട്ട് കയറി ഒന്നും പറയാൻ നിൽക്കേണ്ടെന്ന്. പ്രത്യേകിച്ചും VP അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും. അപ്പോ അവരിവിടെ വരും എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ഉറപ്പാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല അശ്വതി. എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ. അശ്വതി, മാളുവിനെ കാണാൻ ചെന്നത് ഒരു ലേഡി ഓഫീസറാന്നല്ലേ പറഞ്ഞേ? അതെ. എന്താ മുരളിയേട്ടാ? അവരിവിടെ എത്തിയെന്ന് തോന്നുന്നു. നേരാണോ മുരളിയേട്ടാ? നീ ഫോൺ വെച്ചു, ഞാൻ പിന്നെ വിളിക്കാം. മാഡം ആരെ തിരക്കി വന്നതാണെന്ന് തോന്നുന്നു. യെസ്, വൺ മിസ്റ്റർ മുരളീകൃഷ്ണൻ. മാഡം, അത് ഞാനാ. ഓ, ഐ സി. ഐ എം ഹരിപ്രിയ, പോലീസിൽ നിന്നാ. മിസ്റ്റർ മുരളീകൃഷ്ണൻ എന്റെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നെന്ന് തോന്നുന്നു. അതെ മാഡം, മോള് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവളെ കാണാൻ മാഡം അവിടെ ചെന്നിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെയും വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഗുഡ്. അപ്പോ ഞാനിനി കാര്യമൊന്നും അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് കടക്കാം, അല്ലേ മിസ്റ്റർ മുരളീകൃഷ്ണൻ? ശരി മാഡം. വിജയ് പണിക്കർ എന്ന VPയും മുരളീകൃഷ്ണനും തമ്മിൽ ഇപ്പൊ അത്ര നല്ല ടേംസിലല്ലേ? ടേംസിലല്ലെന്ന് പറയാൻ പറ്റില്ല മാഡം. പഴയതുപോലെ അത്ര അടുപ്പവും ബന്ധമൊന്നും ഇപ്പോഴില്ല. അതാണ് സത്യം. അങ്ങനെ ഒരു അകൽച്ച വരാൻ എന്തായിരുന്നു കാരണം? അത് പിന്നെ കുറച്ചുകൂടി സിമ്പിളായി ചോദിച്ചാൽ, അപ്പോ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്ഷിപ്പിൽ ഒരു സ്റ്റെയിൻ ഉണ്ടാവുന്നത്? അതെ. അതായത് ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, ഒരു ട്രാൻസ്മാൻ ആകാൻ തയ്യാറെടുക്കുന്ന അപ്പുവും
സിസ്ജെൻഡറായ നിങ്ങളുടെ മകളും തമ്മിലുള്ള വർഷങ്ങളായുള്ള സൗഹൃദം നിങ്ങളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കി. സോ നിങ്ങൾ ആ വീടുമായി ഉണ്ടായിരുന്ന ബന്ധം പൂർണ്ണമായും കട്ട് ഓഫ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണോ സംഭവിച്ചത്? അതെ, വിപിയുടെ മകൾ അങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ ആ കുട്ടിയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മാളുവിൻ്റെ ഭാവിയെ ബാധിക്കുമെന്ന പേടി സ്വാഭാവികമായിട്ടും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപ്പുവുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഞങ്ങൾ മാളുവിനെ വിലക്കാൻ തുടങ്ങുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞ കുട്ടികൾ തമ്മിലാണ് ആദ്യം അകലുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരെ അകറ്റാൻ ശ്രമിച്ചു അല്ലേ? പക്ഷെ വീട്ടുകാരായിട്ട് ഏർപ്പെടുത്തിയ വിലക്കുകൾ മറികടന്ന് അപ്പു മാളു പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിരുന്നു. എന്താ ശരിയല്ലേ? ആദ്യ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മാഡം. പക്ഷെ ഞങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയപ്പോൾ മാളു പൂർണ്ണമായിട്ടും അപ്പുവിൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിട്ടുപോരുകയായിരുന്നു. കുട്ടികളുടെ അകൽച്ചയെ ചൊല്ലി എപ്പോഴെങ്കിലും മുരളീകൃഷ്ണൻ വിപിയുമായി വാക്കുതർക്കമോ കയ്യാങ്കളിയോ അങ്ങനെ വല്ലതും? നോ മാഡം, ഇതേ ചൊല്ലി 1-2 പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ അതൊരിക്കലും ഒരു കയ്യാങ്കളിയിലേക്കോ വഴക്കിലേക്കോ ഒന്നും പോകേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഈ വഴക്ക് കൂടിയ സമയത്തൊക്കെ മിസ്റ്റർ വിപിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അയാൾ വല്ലാതെ അഗ്രസീവ് ആയിരുന്നു അല്ലേ? അങ്ങനെ അഗ്രസീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇങ്ങനൊരു കാര്യം അറിഞ്ഞതിൽ പിന്നെ വിപി ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ ഒരു ഷോക്കിൽ നിന്ന് കരകയറാൻ വിപി ഒരുപാട് സമയമെടുത്തു അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ഷോക്കിൽ നിന്ന് വിപി ഇതുവരെ കരകയറിയിട്ടില്ലെന്നാണല്ലോ മിസ്റ്റർ മുരളീകൃഷ്ണന്റെ മകൾ മാളവിക പറഞ്ഞത്. ഈ അപ്പുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണോ മാളവിക ഡോക്ടർ ജോബിനുമായി കൂടുതൽ അടുക്കുന്നത്? അതെ. ഈ പറയുന്ന ഡോക്ടർ ജോബിനുമായി മാളവികയ്ക്ക് കഷ്ടിച്ച് 4-5 മാസത്തെ പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ആ റിലേഷനെ നിങ്ങൾ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്? ഐ മീൻ, ഒരു പ്രൊപ്പോസലിലേക്കും തുടർന്ന് കല്യാണത്തിലേക്കും ഒക്കെ അതെങ്ങനെ കലാശിച്ചു? അത് മാളൂനും ജോബിനും പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജോബിന്റെ മമ്മിയായിട്ട് ആലോചിച്ച്. അല്ലാതെ മാളവിക വീണ്ടും അപ്പുവുമായി അടുക്കും എന്നുള്ള പേടി കൊണ്ടായിരുന്നില്ലല്ലേ? ഏയ് അല്ല മാഡം, ഒരിക്കലും മാളുവിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്കുറപ്പാണ്. ഓക്കെ, മാളവികയുടെ വിവാഹം ക്ഷണിക്കാൻ നിങ്ങൾ മിസ്റ്റർ പണിക്കരുടെ വീട്ടിൽ പോയിരുന്നല്ലോ. പോയിരുന്നു. നിങ്ങൾ തനിച്ചാണോ പോയത്, അതോ മിസ്സസും കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ തനിച്ചാ പോയത്. നിങ്ങൾ അവിടെ എത്തുമ്പോ അത്ര സുഖകരമായിരുന്നില്ല അവിടുത്തെ അന്തരീക്ഷം അല്ലേ? പറയണം, അന്ന് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? അപ്പോ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് വിജയ് പണിക്കരും അപ്പുവുമായി പിടിവലി നടന്നതും അതിനിടയിൽ പണിക്കർ അപ്പുവിനെ കൊല്ലുമെന്ന് പറഞ്ഞതും അല്ലേ? എന്താ മിസ്റ്റർ മുരളി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് മാഡം. അത് കഴിഞ്ഞ് നിങ്ങൾ വിപിയെ എപ്പോഴാണ് കണ്ടത്? അത് കഴിഞ്ഞ് ഞാൻ വിപിയെ കാണുന്നത് ജംഗ്ഷനിൽ വെച്ച് തികച്ചും അബ്നോർമലായ ഒരു അവസ്ഥയിലായിരുന്നു മാഡം. അന്ന് നിങ്ങൾ പണിക്കരെ വീട്ടിൽ തിരിച്ചെത്തിക്കുമ്പോ അവിടെ അപ്പു ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പു മിസ്റ്റർ പണിക്കരും തമ്മിൽ അന്നും പതിവ് പോലെ വഴക്കുണ്ടായി അല്ലേ? ഇല്ല, അന്ന് അവർ തമ്മിൽ അങ്ങനെയുള്ള സംഭാഷണമൊന്നും ഉണ്ടായില്ല. വിപിയെ ഞാൻ മിസ്സിസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഓക്കെ മിസ്റ്റർ മുരളീകൃഷ്ണൻ, ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. ശരി, അപ്പൊ നമ്മൾ ഇനിയും വിശദമായി കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോഴല്ല, പിന്നെ സമയം ഞാൻ അറിയിക്കാം. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. ബൈജു, വണ്ടി എടുക്ക്.
VP-യിൽ നിന്ന് അങ്ങൊരു നീക്കം. അതെ, അങ്ങനെയും സംശയിക്കാം. പേടിയിൽ നിന്നുണ്ടായ പക കൊണ്ടാവാം തക്കം കിട്ടിയപ്പോൾ അപ്പുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. മനസ്സിന്റെ കാര്യമല്ലേ, എപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നുന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് അതിലും സങ്കടം. മെഡിസിനും റെസ്റ്റും ഒക്കെ പ്രോപ്പറായിട്ട് എടുത്ത് അവളൊന്ന് ഓക്കെയായി വന്നതാ. അതിൻ്റെ ഒരു ഉന്മേഷത്തിലാ അവൾ VP-യോട് പേഴ്സണലായി സംസാരിക്കാൻ തയ്യാറെടുത്തത്. അതിങ്ങനെയൊക്കെ ആവുമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചതല്ലോ. വല്ലാതെ പേടിച്ചു പോയി പാവം. ബ്ലീഡിങ്ങും പെയിനും ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും സങ്കടങ്ങൾക്കിടയിൽ ഞാനും കൂടി മനസ്സ് മടുപ്പിക്കാൻ വന്നതാണെന്ന് കരുതരുത്. ഏയ് നെവർ. ഞാൻ പറഞ്ഞല്ലോ, സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഒഴിയാ ബാധയായിട്ട് പിന്തുടരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആയില്ലേ. ഇപ്പം എന്ത് കേട്ടാലും അങ്ങനെ ഓവർ ഇമോഷണലൊന്നും ആകാറില്ല. ഒരുതരം മരവിപ്പാ മനസ്സിന്. അതുകൊണ്ട് നന്ദന് ധൈര്യമായിട്ട് പറയാം. ഇതുവരെയുള്ള എൻ്റെ ഒരു നിഗമനം വെച്ച് CA ഹരിപ്രിയ തയ്യാറാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് VP-ക്ക് ഫേവറബിൾ ആകാനുള്ള ചാൻസ് തീരെ കുറവാണ്. ടു ബി ഫ്രാങ്ക്, അങ്ങനെ ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കോടതിയുടെ ഇടപെടൽ VP-ക്ക് വളരെ പ്രതികൂലമാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അറസ്റ്റ് വരെ ഉണ്ടായേക്കാം. അങ്ങനെ വന്ന കോടതിയിൽ അപ്പുവിൻ്റെയും പണിക്കർ സാറിൻ്റെയും നിലപാടുകളാണ് നമ്മളെ സംബന്ധിച്ച് ഇനി നിർണായകം. പക്ഷേ VP-യിൽ നിന്ന് നമുക്ക് ഗുണകരമായി ഇനിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ പ്രധാനമായും അപ്പുവിൻ്റെ മൊഴിയായിരിക്കും കോടതി മുഖവിലേക്കെടുക്കുക. അച്ഛനോട് അവൾക്ക് ദേഷ്യവും വാശിയൊക്കെ ഉണ്ടെങ്കിലും VP ശിക്ഷിക്കപ്പെടണമെന്ന് അപ്പു ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, അങ്ങനെ ഒരു ആഗ്രഹം അപ്പുവിന് ഒരിക്കലും ഇല്ല മാഡം. അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും സാറിൻ്റെ ഈ അവസ്ഥയിൽ. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു സെൻറ്റിമെൻസും ഫേവറും നമ്മൾ പ്രതീക്ഷിക്കരുത്. വിശേഷിച്ചും ഹരിപ്രിയെ പോലൊരു ഓഫീസറിൽ നിന്ന്. റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ അവരുടെ ഒരു വിസിറ്റ് കൂടി ഉണ്ടായേക്കാം. VP-ക്ക് എഗെയിൻസ്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ഡോക്യുമെൻസും അവരുടെ കണ്ണിൽ പെടരുത്. വിശേഷിച്ചും മാഡത്തെ കൊണ്ട് അന്ന് VP സൈൻ ചെയ്ത് വാങ്ങിച്ച ആ മ്യൂച്വൽ അഗ്രിമെന്റ്. ആ അഗ്രിമെന്റ് VP-യുടെ കയ്യിലാ. ഓ ഗോഡ്, സാറത് എവിടെയാ സൂക്ഷിച്ചിരിക്കുന്ന വല്ലതും? VP-യുടെ ബാഗിലുണ്ടാവും ചിലപ്പോ. എങ്കിലത് എത്രയും പെട്ടെന്ന് എടുത്ത് നശിപ്പിച്ച് കളയണം. ഒരു കാരണവശാലും അത് ഹരിപ്രിയയുടെ കയ്യിൽ എത്താതെ നോക്കാം. ഞാൻ നോക്കാം. എന്നാ പിന്നെ ഞാൻ അപ്പുവിൽ നിന്ന് കണ്ടിട്ട് ഉടനെ ഇറങ്ങും. ഇടയ്ക്ക് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാം മാഡം. അപ്പോ നന്ദൻ സാറോ? വേണ്ട അപ്പു, എഴുന്നേക്കണ്ട, കിടന്നോളൂ. കുഴപ്പമില്ല സാർ, ഇത്രയും നേരം കിടന്നല്ലേ, ഇനി കുറച്ചു നേരം ഇരിക്കാം. സാർ വരും, നമുക്ക് പുറത്തിരിക്കാം. അപ്പോന് നല്ല ക്ഷീണമുണ്ടല്ലേ? ആളാകെ ഡള്ളായിരിക്കുന്നു. ഇരിക്കേ. രണ്ടു ദിവസമായിട്ട് ഇത്തിരി പ്രശ്നങ്ങൾ, അതിന്റെ ക്ഷീണോ? ഞാൻ അറിഞ്ഞു, അമ്മ പറഞ്ഞു. പണിക്കർ സാറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു അല്ലേ? എവിടെ നോക്കട്ടെ.
ആഹാ ഇതല്പം കടന്നുപോയല്ലോ.